പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും കോടാനുകോടി നന്ദി. എൻ്റെ പേര് അനഘ മാർട്ടിൻ. ഇതെൻ്റെ അമ്മ മേരി ഗ്ലാഡീസ്. ഞാൻ ചേർത്തല ഒറ്റമശ്ശേരി സെൻറ്റ് ജോസഫ് ഇടവക അംഗമാണ്. പരിശുദ്ധ അമ്മ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഈ അൾത്താരയിൽ നിന്ന് സാക്ഷ്യം പറയാനായിട്ട് എൻ്റെ ജീവിതത്തെ ഇത്രയും അനുഗ്രഹിച്ചു കൊണ്ടിരിക്കുന്ന ഈശോയ്ക്കും മാതാവിനും എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല. ഞാൻ ആദ്യമായിട്ട് ഉടമ്പടി എടുത്തത് 2024 മാർച്ച് 7-ാം തീയതിയാണ്. ഞാൻ ജർമ്മൻ പഠിക്കുന്നുണ്ടായിരുന്നു. അപ്പം ഞാൻ ആദ്യമായിട്ട് 2023 നവംബറിൽ പോയി എക്സാം എഴുതിയിരുന്നു പൂനെയിൽ. പക്ഷേ ഒന്നും കിട്ടിയില്ല. അവിടെ പോയി അത്യാവശ്യം കുറേ കാശ് മുടക്കിയാണ് അവിടെ പോയി എഴുതിയത്. പക്ഷേ ഒന്നും കിട്ടിയില്ല. വളരെ നിരാശയായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ പിന്നെ എക്സാം എഴുതണമെങ്കിൽ അപ്പോൾ എല്ലാവരും പറഞ്ഞെങ്കിൽ പോയി ഉടമ്പടി എടുക്ക്, കൃപാസനത്തിൽ ഉടമ്പടി എടുക്ക്. കാര്യം ഞങ്ങളിവിടെ അടുത്തുള്ളതാണ്, ഇവിടെ ഇടക്കിടക്ക് വരാറുള്ളതാണ്. പക്ഷേ ഇതുവരെയായിട്ട് ഉടമ്പടി എടുത്തിട്ടില്ല. പിന്നെ അതുമാത്രമല്ല, ഉടമ്പടി എടുക്കാൻ പറഞ്ഞപ്പോൾ എനിക്ക് മടിയാണ്. എനിക്ക് 5:30 എന്ന് പറയുന്ന സമയം ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. കാര്യം 8 മണി 9 മണിക്ക് എണീക്കുന്ന ആളാണ് ഞാൻ. അച്ഛൻ പറഞ്ഞിട്ടുണ്ട് 16 വയസ്സിൽ ഉള്ളവർക്ക് വരെ ഉടമ്പടി എടുക്കാം എന്നുള്ളൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്. പക്ഷേ എനിക്ക് ഭയങ്കര മടിയാണ്. പള്ളിയിൽ പോകാൻ ഞാൻ ഞായറാഴ്ചകളിലും മുടക്കാറില്ല, വെള്ളിയാഴ്ച ദിവസങ്ങളിലും പോകാറുണ്ട്. പക്ഷേ എല്ലാ ദിവസവും പോകാമെന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര മടിയാണ്. അത് കാരണം പിന്നെ 5:30 എണീറ്റ് ചൊല്ലാനും പിന്നെ ഉറക്കം പോകുമെന്നുള്ള കാര്യമാണ് എനിക്ക് ഭയങ്കര മടിയാണ്. അത് കാരണം അതുകൊണ്ട് ഞാൻ അമ്മച്ചിയോട് പറഞ്ഞെങ്കിൽ അമ്മ എടുക്ക്, ഞാൻ എടുക്കുന്നില്ല, എനിക്ക് എണീക്കാൻ പറ്റത്തില്ല എന്നുള്ളത് കാരണം ഞാൻ അമ്മച്ചിനെ കൊണ്ട് എടുപ്പിക്കാൻ നോക്കി. പക്ഷേ എല്ലാവരും പറഞ്ഞു അത് പറ്റത്തില്ല, നിനക്കിപ്പോൾ 10-18 വയസ്സിൽ കൂടുതലുണ്ട്, അപ്പോൾ നീ തന്നെ എടുക്കണം. അങ്ങനെ ഞാൻ ഒരു ഇതില്ലാതെ പിന്നെ ഞാൻ വന്ന് എടുത്ത്. കാര്യം മാതാവിനെ നമുക്ക് വിശ്വാസമുള്ളതുകൊണ്ട് തന്നെ ഞാൻ വന്ന് എടുത്ത്. അങ്ങനെ ഞാൻ ഉടമ്പടി എടുക്കാമെന്ന് തീരുമാനിച്ചപ്പോൾ തന്നെ ഞാൻ സ്വന്തമായിട്ട് മെയിൽ വെച്ച് എനിക്ക് ട്രിവാൻഡ്രത്ത് ഡേറ്റ് കിട്ടി. അങ്ങനെ ഞാൻ പരീക്ഷ എഴുതുന്നതിന് മുമ്പ് ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് അങ്ങനെ ഞാൻ പോയി എക്സാം എഴുതി എനിക്ക് ഒരു മൊഡ്യൂൾ മാത്രമേ കിട്ടിയുള്ളൂ. അങ്ങനെ ഒരു മൊഡ്യൂൾ, അപ്പോൾ ഞാൻ ഓക്കെ ഒരു മൊഡ്യൂൾ കിട്ടിയല്ലോ എന്ന് ഓർത്തിട്ട് അങ്ങനെ ഞാൻ പിന്നെ വെയിറ്റ് ചെയ്ത് പിന്നെയും മെയിൽ അയക്കാനുള്ള അവസരം കിട്ടിയപ്പോൾ ഞാൻ അയച്ച്. അതിലും മാതാവിൻ്റെ അനുഗ്രഹത്താൽ എനിക്ക് സ്വന്തമായിട്ട് ഞാൻ അയച്ച് എനിക്ക് ഡേറ്റ് കിട്ടി. ഞാൻ പിന്നെയും ആദ്യം ഞാൻ എഴുതിയത് ഷ്രൈബനാണ്, അതായത് റൈറ്റിങ്. പിന്നെ അത് കഴിഞ്ഞ് ഞാൻ റീഡിങ് എഴുതി. അങ്ങനെ അതിലും മാതാവിൻ്റെ അനുഗ്രഹത്താൽ റിസൾട്ട് വന്നപ്പോൾ ഞാൻ പാസ്സായി. അത് കഴിഞ്ഞ് പിന്നെ 3-ാം തവണ ആയപ്പോൾ മെയിൽ അയച്ചിട്ട് എനിക്ക് കിട്ടിയില്ല. അപ്പോൾ എനിക്ക് മനസ്സിലായി ഇനി അവർ തരാൻ സാധ്യത കുറവാണ്. അങ്ങനെ ഞാനൊരു ഏജൻസിനെ കണ്ടെത്തി. അവർ മെയിൽ അയച്ചിട്ട് മാതാവിൻ്റെ അനുഗ്രഹത്താൽ എനിക്ക് കിട്ടി, അവിടെ ഡേറ്റ് കിട്ടി. അപ്പോൾ ഞാൻ 3-ാമത് എടുത്തപ്പോൾ ഞാൻ ബാക്കിയുള്ള ഹിയറിങ്ങും സ്പീക്കിങ്ങും കൂടി ഞാൻ രണ്ടും കൂടി എടുത്തപ്പം അപ്പോൾ എനിക്ക് ടെൻഷൻ ഉണ്ടായിരുന്നു. പക്ഷെ എന്നാലും സമയം പോവുകയാണല്ലോ എന്ന് ഓർത്ത് ഞാൻ രണ്ടും കൂടി എടുത്ത് അവിടെ എക്സാമിന് ചെന്നപ്പോൾ എല്ലാവരും അവിടെ ഇറങ്ങിയ പിള്ളേർ പറഞ്ഞ് പുതിയ ടോപ്പിക്കാണ് വന്നിരിക്കുന്നത്. അപ്പോൾ എനിക്ക് പഴയ ടോപ്പിക്ക് തന്നെ എനിക്ക് പേടിയാണ്. നമ്മുടെ വേറൊരു ഭാഷ ആയതുകൊണ്ട് പൊതുവേ ഒരു പേടിയാണ്. എനിക്ക് സ്പീക്കിങ് ഭയങ്കര ഇച്ചിരി പേടിയുള്ള ആളാണ്. അപ്പോൾ ഞാൻ മാതാവിനോട് പറഞ്ഞു, മാതാവേ നീ തന്നെ എന്നെ വന്ന് അനുഗ്രഹിക്കണം, നീ തന്നെ എക്സാം ഹാളിൽ വന്ന് എന്നെ ജയിപ്പിക്കണം. ഞാൻ എപ്പോൾ പോയാലും ഉടമ്പടി ഉപ്പ് സേവിച്ച് തേനും സേവിച്ചിട്ടാണ് പോകുന്നത്. കാശുരൂപം കൈ കൊണ്ടുപോകാറുണ്ട്, തൈലം പൂശിയിട്ടാണ് ഞാൻ എപ്പോഴും എക്സാമിന് പോകാറുള്ളത്. അങ്ങനെ പക്ഷെ അവിടെ എല്ലാം കയറ്റത്തില്ല. അവർ ഉടമ്പടി കാശുരൂപം അങ്ങനെ അങ്ങനെയൊന്നും കയറ്റത്തില്ല. അവസാനത്തെ എക്സാമിന് പോയപ്പോൾ അവർ ഭയങ്കര സ്ട്രിക്റ്റ് ആയിരുന്നു. അവിടെ എന്തോ ആരോ കള്ളത്തരം കാണിച്ചെന്ന് അങ്ങനെയൊക്കെ പറഞ്ഞ് അവർ എല്ലാം മേടിച്ച് വെച്ചു. പക്ഷേ എൻ്റെ കാശുരൂപം ഞാൻ അവർക്ക് കൊടുത്തില്ല. ഞാനത് ഒളിപ്പിച്ച് എൻ്റെ പോക്കറ്റിൽ വെച്ച് എല്ലാ പ്രാവശ്യം ഞാൻ പോക്കറ്റിൽ വെച്ചിട്ടാണ് പോയിക്കൊണ്ടിരുന്നത്. അങ്ങനെ ഞാൻ എക്സാം ഹാളിൽ കയറി. എക്സാം ഹിയറിങ് കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി ഇതെനിക്ക് കിട്ടുമായിരിക്കും, ഞാൻ എങ്ങനെയെങ്കിലും ജയിക്കുമെന്നുള്ള ഉറപ്പുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് സ്പീക്കിംഗ് കഴിഞ്ഞപ്പോൾ സ്പീക്കിങ്ങിന് ഞാൻ ചെന്നപ്പോൾ അവിടെ പേപ്പർ തരും. അത് തന്നപ്പോൾ ഞാൻ നോക്കുമ്പോൾ എനിക്ക് ആദ്യത്തെ പ്രാവശ്യം ഞാൻ സ്പീക്കിംഗ് എഴുതിയപ്പോൾ കിട്ടിയ സെയിം ക്വസ്റ്റ്യൻ തന്നെ എനിക്ക് വന്നത്. അത് ഭയങ്കര ഒരു ഇതായിരുന്നു. അതെനിക്കറിയാം, ആദ്യത്തെ ടോപ്പിക്ക് എനിക്കറിയാം. പിന്നെ അത് കഴിഞ്ഞ് ഡിസ്കഷൻ എനിക്ക് ഇച്ചിരി പാടാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു, മാതാവ് എനിക്കിത് ഇച്ചിരി പാടാണ്, എനിക്കത് വിശദീകരിച്ച് പറയാൻ എനിക്കറിയത്തില്ല, നീ തന്നെ എന്നെ സഹായിക്കണം. അങ്ങനെ ഞാൻ എക്സാം ഹാളിൽ കയറി. അപ്പോൾ ഇങ്ങനെ ആൾക്കാർ പറഞ്ഞിട്ടുണ്ട് ഈ നീല കളറിൽ ഉടുപ്പ് ഇട്ടുണ്ട് വരും. പക്ഷെ ഞാൻ അങ്ങനെയൊന്നും പറഞ്ഞില്ലായിരുന്നു. പക്ഷേ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ അന്ന് അവിടെ ഇരുന്ന ആ എക്സാമിനർ ഒരു ബ്ലൂ ചുരിദാറായിരുന്നു ഇട്ടിരുന്നത്. അങ്ങനെ ഞാൻ എക്സാം എഴുതി കഴിഞ്ഞ് പുറത്തിറങ്ങിയപ്പോൾ എൻ്റെ കൂടെ ഉണ്ടായിരുന്നൊരു കൊച്ച്, അവൾ പറഞ്ഞിട്ട് നമ്മൾ തോക്കുമെന്ന് തോന്നുന്നു, ഇച്ചിരി ടഫായിരുന്നില്ലേ എന്നൊക്കെ പറഞ്ഞു. പക്ഷേ എനിക്കെന്നാലും മാതാവ് ജയിപ്പിക്കും അങ്ങനെ ഒരു ഇതുണ്ടായിരുന്നു. പക്ഷേ ഇവളിങ്ങനെ പറഞ്ഞിട്ടപ്പോൾ ഞാൻ കുറച്ച് ഡൗൺ ആയി. അങ്ങനെ കുറച്ച് പേരുടെയൊക്കെ നമ്പർ എൻ്റെ ഫ്രണ്ട്സിനെ ഞാൻ അവിടെ വെച്ച് കണ്ടായിരുന്നു, അവർ എഴുതാൻ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവരുടെയും പിന്നെ അവിടെ വന്ന 2-3 പിള്ളേരുടെയൊക്കെ നമ്പർ ഞാൻ വാങ്ങിക്കൊണ്ട് പോയായിരുന്നു. അങ്ങനെ റിസൾട്ട് വന്നപ്പോൾ ഇവരെയൊക്കെ ഞാൻ വിളിച്ച് ചോദിച്ചു. പക്ഷേ അവർക്ക് ആർക്കും കിട്ടിയില്ല, പക്ഷേ എനിക്ക് കിട്ടി. രണ്ടും എനിക്ക് കിട്ടി. എനിക്ക് ഏറ്റവും കൂടുതൽ മാർക്ക് എനിക്ക് സ്പീക്കിങ്ങിനായിരുന്നു. എനിക്ക് തന്നെ ഭയങ്കര അത്ഭുതമായിപ്പോയി. അത്
മാതാവ് ചെയ്തെന്ന ഒരൊറ്റ മാതാവ് ചെയ്തെന്ന അത്ഭുതം തന്നെയാണ്. അത് കഴിഞ്ഞ് പിന്നെ മാതാവിൻ്റെ അനുഗ്രഹത്താൽ ഞാൻ FSTക്ക് സ്വന്തമായിട്ട് അപ്ലൈ ചെയ്ത് എനിക്ക് റെഡ് ക്രോസിൽ നിന്ന് കോൺട്രാക്റ്റ് വന്ന്. അതായത് ഞാൻ നവംബറിൽ എനിക്കെല്ലാം കിട്ടി. 2024 നവംബറിൽ ഞാൻ പാസ്സായി കഴിഞ്ഞ് എനിക്ക് ഫെബ്രുവരി ആയപ്പോൾ ഇൻ്റർവ്യൂ കഴിഞ്ഞ് മാർച്ച് ആയപ്പോൾ എനിക്ക് എൻ്റെ കോൺട്രാക്റ്റ് കിട്ടിക്കഴിഞ്ഞ് ഞാൻ ഉടമ്പടി ഉഴപ്പാൻ തുടങ്ങി. ഉറപ്പായിട്ടും അങ്ങനെയാണല്ലോ, നമ്മൾ കാര്യം നടന്നു കഴിയുമ്പോൾ കുറച്ചധികം ഉഴപ്പാൻ തുടങ്ങി. അങ്ങനെ ഞാൻ പള്ളിപ്പോക്കൽ പതിയെ നിർത്തി. പ്രാർത്ഥന ചൊല്ലണതിലും മടിയായി. അങ്ങനെ അപ്പോൾ ഇത് കിട്ടിക്കഴിഞ്ഞപ്പോൾ പിന്നെ VFSൽ ഡേറ്റ് എടുക്കാൻ വേണ്ടി അവർ പറഞ്ഞ് 3:30 ആകുമ്പോഴാണ് ഇവർ ഓപ്പൺ ആക്കുന്നത്. രാവിലെ 3:30. അങ്ങനെ 5:30 എണീറ്റ് പ്രാർത്ഥന ചൊല്ലാൻ മടിയുള്ള ഞാൻ 3:30 അലാറം വെച്ച് എണീക്കാൻ തുടങ്ങി. അലാറം വെച്ച് ഇത് നോക്കിയിട്ട് കിട്ടുന്നില്ല. അങ്ങനെ ഞാൻ ചില സമയത്ത് അത് കഴിഞ്ഞ് പിന്നെ പ്രാർത്ഥന ചൊല്ലിട്ട് കിടക്കും, പള്ളി പോകത്തില്ല, പ്രാർത്ഥന ചൊല്ലിട്ട് കിടക്കും. ചില സമയത്ത് പ്രാർത്ഥന ചൊല്ലത്തില്ല. അങ്ങനെ പിന്നെ ഞാൻ ഉടമ്പടി പിന്നെ പുതുക്കിയിട്ടില്ല. ഞാൻ ആദ്യം വന്നെടുത്തിട്ട് പിന്നെ പുതുക്കിയിട്ടേ ഇല്ല. അങ്ങനെ എനിക്ക് ജൂണിലത്തേക്കാണ് അവരെനിക്ക് തന്നത്, ജൂൺ 1 അവിടെ ചെല്ലണമെന്നുള്ളതിൽ. അങ്ങനെ മാർച്ച് കഴിഞ്ഞ് ഏപ്രിൽ, മെയ്, ജൂണായിട്ട് ഒരു അനക്കവില്ല, എനിക്ക് ഡേറ്റ് കിട്ടുന്നില്ല. ഞാൻ പല ഏജൻസിനെ കോൺടാക്ട് ചെയ്തിട്ടും ആരും ഡേറ്റ് എടുത്ത് കൊടുക്കുന്നതായിട്ട് ഒരു അറിവുമില്ല. അങ്ങനെ ഞാൻ ജൂൺ ആയപ്പോൾ ഒരു ഏജൻസിനെ കിട്ടി, അവർക്ക് കൊടുത്തു. പക്ഷേ അവർ ചെറുതായിട്ടൊന്ന് പറ്റിച്ച്. പക്ഷേ മാതാവിൻ്റെ അനുഗ്രഹത്താൽ കൊടുത്ത പൈസ എനിക്ക് അങ്ങനെ തന്നെ തിരിച്ച് കിട്ടി. അത് കഴിഞ്ഞ് പിന്നെ വേറൊരു മുംബൈയിൽ ഡേറ്റ് എടുത്ത് കഴിഞ്ഞപ്പോൾ എല്ലാവരും പറഞ്ഞത് പക്ഷേ മുംബൈയിൽ പറ്റത്തില്ല. അങ്ങനെ ഞാൻ അവർക്ക് മെയിൽ അയച്ചപ്പോൾ അവർ പറഞ്ഞില്ല, ബാംഗ്ലൂരൊക്കെ പറ്റത്തുള്ളൂ, കേരളത്തിലുള്ളവർക്ക് ബാംഗ്ലൂരേ പറ്റുള്ളൂ, മുംബൈയിൽ പറ്റത്തില്ലെന്ന്. അങ്ങനെ പിന്നെ അത് മാറ്റി. അപ്പോൾ എൻ്റെ 2 പ്രാവശ്യം ഞാൻ ശ്രമിച്ചിട്ട് ഒന്നും ആയില്ല. VFSൽ ഞാൻ സ്വന്തമായിട്ട് ശ്രമിച്ചിട്ട് ഒന്നും നടക്കുന്നില്ല. അങ്ങനെ ഞാൻ പിന്നെ നിന്നപ്പോൾ എൻ്റെ ആൻറ്റിമാരെല്ലാവരും പറഞ്ഞു, നീ ഉടമ്പടി പുതുക്കിയ, അത് പുതുക്കിയില്ലല്ല, നീ പ്രാർത്ഥിക്കുന്നുണ്ടോ, നീ പള്ളിയിൽ പോകുന്നുണ്ടോ എന്നൊക്കെ ചോദിച്ചപ്പോൾ എനിക്ക് ഉത്തരവില്ല. ഇതൊന്നും ഞാൻ ചെയ്യുന്നില്ല, ഞാൻ സ്വയം ശ്രമിച്ചുകൊണ്ടിരിക്കും. അല്ലാതെ ഞാൻ പറയുന്നുണ്ട് മാതാവേ തന്നെ എന്ന് പറയുന്നുണ്ട്, അല്ലാതെ ഇതിൽ പറയുന്ന കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല. അവൻ പറയണ പോലെ ഞാൻ ചെയ്യുന്നില്ല. അങ്ങനെ ഞാൻ പിന്നെ എല്ലാവരും ചോദിക്കുക, നീ പോകുന്നില്ലേ, കാര്യം പാസ്സായിട്ട് 1 വർഷം ആകാറായി, നീ പോകുന്നില്ലേ എന്ന് ചോദിച്ച് അവസാനം അപ്പോൾ ഞാൻ ഒന്നും നടക്കുന്നില്ല. അങ്ങനെ എല്ലാവരും പറഞ്ഞെങ്കിൽ ഇപ്പോൾ ഉടമ്പടി പുതുക്കുക. അങ്ങനെ ഞാൻ ഓഗസ്റ്റ് മാസം 1-ാം തീയതി വന്ന് ഉടമ്പടി പുതുക്കി കഴിഞ്ഞപ്പോൾ കുറച്ചൊരു ആശ്വാസം, എന്തോ ശരിയാകുമെന്നുള്ളൊരിത്. അങ്ങനെ സെപ്റ്റംബർ 24-ാം തീയതി തോന്നുന്നു ഞാൻ വന്ന് അച്ഛനെ കണ്ട്. എല്ലാവരും പറഞ്ഞപ്പോൾ പോയി അച്ഛനെ കാണാം. അപ്പോൾ ഞാൻ ഓർത്ത് ഇനി എനിക്ക് പോകണ്ടെന്നാണെങ്കിലും എൻ്റെ വിധി, ചിലപ്പോൾ വിദേശത്തേക്ക് പോകാൻ പറ്റത്തില്ല, അങ്ങനെയുള്ള ഇതാണെന്ന് ഓർത്ത് ഞാൻ എന്തായാലും അച്ഛനെ വന്ന് കാണാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ 24-ാം തീയതി വന്ന് അച്ഛനെ വന്ന് കണ്ട്. അപ്പം അച്ഛൻ എൻ്റെ തലയെ കവിച്ച്, അച്ഛൻ എൻ്റെ മുമ്പിൽ നിന്ന ഇപ്പുറത്ത് നിന്ന ചേച്ചിയോട് നല്ലതായിട്ട് ദേഷ്യപ്പെട്ടു. അപ്പോൾ ഞാനോർത്ത് എന്നോടും ദേഷ്യപ്പെടുമായിരിക്കും, കാര്യം ഞാനും ഒട്ടും പെർഫെക്റ്റ് അല്ല, ഒന്നും ഞാൻ ചെയ്യുന്നില്ല, എനിക്കൊരു യോഗ്യതയുമില്ല, കിട്ടാനുള്ള ഒരു യോഗ്യതയുമില്ല. അപ്പം ഈ ചേച്ചിനെ വഴക്കിടുന്നുണ്ടപ്പോൾ ഞാൻ ശരിക്കും പേടിച്ചു, അപ്പോൾ എന്നെ വഴക്കിടുമായിരിക്കും. പക്ഷേ അച്ഛൻ എൻ്റെ അടുത്ത് വന്നിട്ട് എൻ്റെ തോളത്ത് തട്ടിട്ട് എന്ത് പറ്റിയെന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു, എനിക്ക് ഡേറ്റ് കിട്ടുന്നില്ല, കുറേ നാളെ ഞാൻ ശ്രമിക്കണം, എനിക്ക് ഡേറ്റ് കിട്ടുന്നില്ല എന്ന് പറഞ്ഞു. അച്ഛൻ എൻ്റെ തലയെ കൈ വെച്ച് പ്രാർത്ഥിച്ച് എന്നോട് പറഞ്ഞ് 19 കാണിക്കണത്, ഏത് 19 എനിക്ക് അറിയത്തില്ല, ഒരു 19 കാണിച്ചു തരുന്നുണ്ട് മാതാവെന്ന് പറഞ്ഞു, നീ വിശ്വസിച്ച് പ്രാർത്ഥിക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ എല്ലാവരും എണീറ്റപ്പോൾ പറഞ്ഞ് നിങ്ങളെല്ലാവരും പോയി രക്ഷപ്പെടുമെന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര ഒരു ആശ്വാസമായിരുന്നു. അങ്ങനെ ഞാൻ വീട്ടിൽ വന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി. അങ്ങനെ സെപ്റ്റംബർ കഴിഞ്ഞ് ഒക്ടോബറായി. അങ്ങനെ ഒക്ടോബർ 19-ാം തീയതി ആയിരുന്നു മാതാവിൻ്റെ പ്രേക്ഷിത റാലി. അതിന് ഞാൻ 3 കൊല്ലമായിട്ട് പ്രേക്ഷിതയായിട്ട് പോകുന്നുണ്ട്. അങ്ങനെ ഞാൻ അതിന് പോയി വന്ന് 2 ദിവസം കഴിഞ്ഞപ്പോൾ എനിക്കൊരു ഏജൻസിയുടെ നമ്പർ കിട്ടി. അവർക്ക് മെസ്സേജ് അയച്ചാൽ എല്ലാം ശരിയാവുമെന്ന് പറഞ്ഞു. ഞാൻ അങ്ങനെ അവർക്ക് മെസ്സേജ് അയച്ച് അവരെനിക്ക് 5 ദിവസത്തിൻ്റെ ഉള്ളിൽ എനിക്ക് ഡേറ്റ് എടുക്കാൻ അവർ പറഞ്ഞ് ഡേറ്റ് അവൈലബിൾ ആണെന്ന് പറഞ്ഞ് എന്നെ വിളിച്ച്. അപ്പോൾ അവർ പറഞ്ഞ് ഇങ്ങനെ ഇന്ന ഡേറ്റ് ഉണ്ട്, 10 ഉണ്ട്, 19, 20, 25 ഇതൊക്കെ പറഞ്ഞു. അപ്പോൾ ഞാൻ ഈ 19ൻ്റെ കാര്യം ശരിക്കും ഞാൻ പിന്നെ വിട്ട്. ഈ 19 അച്ഛൻ പറഞ്ഞാലും ഞാൻ വിട്ട്. ഞാൻ 25 പറഞ്ഞു. എൻ്റെ കാര്യം എനിക്ക് ഡോക്യുമെൻറ്റ്സ് ഒന്നും ശരിയാക്കിയിട്ടില്ല. ഞാൻ കുറച്ച് ഡോക്യുമെൻറ്റ്സ് ഉണ്ട്, ട്രാവൽ ഇൻഷുറൻസ് അങ്ങനെ കുറച്ചൊക്കെ ശരിയാക്കാനുണ്ട്. അപ്പോൾ ഞാൻ ഓർത്ത് നോക്കിയാൽ 25 പറയാം, അതാകുമ്പം കുറച്ച് എല്ലാം ശരിയാകുമല്ലോ എന്നോർത്ത്, എല്ലാം ശരിയാക്കി എടുക്കാമല്ലോ എന്നോർത്ത് 25 പറഞ്ഞു. 25 ഇവരോട് പറഞ്ഞ് ഇവർ എടുത്തു കഴിഞ്ഞപ്പോഴേ ഞാൻ ഓർത്ത് അയ്യോ അച്ഛൻ 19 പറഞ്ഞായിരുന്നല്ല എന്നോർത്തത്. അപ്പോൾ പിന്നെ മാറ്റാനും പറ്റത്തില്ല. അങ്ങനെ ഞാൻ ഓർത്ത് ഓക്കെ എന്തായാലും പോകാം. അങ്ങനെ ഞാൻ പോണതിന് മുമ്പ് ഞാൻ എൻ്റെ പാസ്പോർട്ടിലും ഫയലിലൊക്കെ ഞാൻ ഉടമ്പടി തൈലം പൂശി പ്രാർത്ഥിച്ച് ഞാൻ മാതാവിനോട് ഇതെനിക്ക് എന്തായാലും ശരിയാക്കി തന്നെ എന്ന് പറഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ച്. അങ്ങനെ ഞാൻ അവിടെ ചെന്ന് കൊടുത്തു കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഇങ്ങനെ എൻ്റെ കൂട്ടുകാരൊക്കെ പറഞ്ഞിട്ട് 1 വർഷം ആയില്ലേ നീ പാസ്സായിട്ട്, അപ്പോൾ റിജക്ഷൻ വരാൻ സാധ്യതയുണ്ട്, ഭയങ്കര പാടാണ് കിട്ടാൻ, റിജക്ഷൻ വന്ന കാര്യം 1 വർഷം ആയതുകൊണ്ട് അവർ റിജക്റ്റ് ചെയ്യാൻ സാധ്യതയുണ്ട്,
പക്ഷെ എന്നാലും എനിക്ക് മാതാവിൽ വിശ്വാസമായിരുന്നു. അങ്ങനെ ഞാൻ കാത്തിരുന്ന് 19 ദിവസം കഴിഞ്ഞപ്പോൾ ഞാൻ ഓർത്ത് ഓക്കെ 19 ദിവസം കഴിഞ്ഞു, അപ്പോൾ ഇനി എന്ന് വരാനാ അറിയില്ലല്ലോ എന്നോർത്ത് അങ്ങനെ കാത്തിരുന്ന്. അങ്ങനെ ഡിസംബർ 17-ാം തീയതി പിന്നെ ഞാൻ വന്ന് ഉടമ്പടി പുതുക്കാൻ ഇവിടെ വന്ന വഴി എനിക്ക് മെസ്സേജ് വന്നു, അവിടെ നിന്ന് പാസ്പോർട്ട് വിട്ടിട്ടുണ്ടെന്ന് പറഞ്ഞ് മെസ്സേജ് വന്നു. അങ്ങനെ മെസ്സേജ് വന്നപ്പോൾ ഓർത്ത് ഓക്കെ 2 ദിവസത്തിനുള്ളിൽ വരും. അങ്ങനെ 19-ാം തീയതി ആയപ്പോൾ എനിക്ക് മെസ്സേജ് വന്ന് എരമല്ലൂർ വന്നിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ചേർത്തലയിലാണ് വരണ്ടേ. അപ്പോൾ എന്താ എരമല്ലൂർ വന്ന് എനിക്കറിയില്ല. അപ്പോൾ എനിക്ക് പിന്നെ ടെൻഷനായി. പക്ഷേ എൻ്റെ വീട്ടിൽ വന്ന് പാസ്പോർട്ട് അവിടെ നിന്ന് അവർ കൊണ്ടുവന്ന് എൻ്റെ വീട്ടിൽ കൊണ്ടുവന്ന് തന്ന് അത് തുറന്ന് നോക്കിയപ്പോൾ എനിക്ക് വിസ അടിച്ച് വന്നിട്ടുണ്ട്. കാര്യം എനിക്ക് ടെൻഷനായിരുന്നു, എനിക്ക് കിട്ടുക, കാര്യം റിജക്ഷൻ വരുക. പക്ഷേ എനിക്ക് മാതാവ് എനിക്ക് വിസ അടിച്ച് തന്ന് അതാ പ്രഭാഷകൻ്റെ പുസ്തകം 2-ാം അധ്യായം 6-ാം വാക്യം, കർത്താവിൽ ആശ്രയിക്കുക, അവിടുന്ന് നിന്നെ സഹായിക്കും. കർത്താവിൽ ആശ്രയിക്കുക, അവിടുന്ന് നിന്നെ സഹായിക്കും. എനിക്ക് തോന്നിയിട്ടുള്ള നിങ്ങളെല്ലാവരും അത് വായിക്കണം. കർത്താവ് ഒരിക്കലും നമ്മളെ കൈവിടത്തില്ല. കർത്താവ് പറഞ്ഞ പോലെ ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ ഒന്നും നമ്മുടെ സുഖങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ ഉറക്കം ഇതൊന്നും നമ്മൾ നോക്കാതെ നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ കർത്താവ് ഉറപ്പായിട്ടും നമ്മളെ സഹായിക്കും. അതിനൊരു സാക്ഷിയാണ് ഞാൻ. കാര്യം ഞാൻ ഉഴപ്പിയപ്പോഴാണ് എൻ്റെ കയ്യിൽ നിന്നെല്ലാം പോയത്. ഞാൻ സ്വന്തമായിട്ട് ശ്രമിച്ചപ്പോഴാണ് എൻ്റെ കയ്യിൽ നിന്നെല്ലാം പോയത്. പക്ഷേ മാതാവിനെ അതിൽ ഇടപെടുത്തിയപ്പോൾ മാതാവ് തിരുക്കുമാരോട് പറഞ്ഞ് അതെനിക്ക് സാധിച്ചു തന്നു. ഞാൻ വെള്ളിയാഴ്ച രാത്രി വീട്ടിൽ നിന്ന് പോകും. ശനിയാഴ്ചയാണ് എൻ്റെ ഫ്ലൈറ്റ്. ശനിയാഴ്ച മോർണിംഗ് ആണ് എൻ്റെ ഫ്ലൈറ്റ്. ഈ ഉടമ്പടി ജീവിതത്തിൽ എപ്പോഴും ഉണ്ടാവണമെന്നാണ് എൻ്റെ ആഗ്രഹം. അതെ, എപ്പോഴും ഉണ്ടാവണം. ജർമ്മനി ചെന്നാലും അവിടെ നിന്നും കുർബാനക്ക് പോകണമെന്നും എങ്ങനെയെങ്കിലും അവിടെ കുമ്പസാരിക്കണമെന്നൊക്കെയാണ് എൻ്റെ ആഗ്രഹം. എൻ്റെ ജീവിതകാലം മുഴുവൻ എനിക്ക് ഉടമ്പടിയിൽ ജീവിക്കണം. പിന്നെ എനിക്ക് വന്ന മാറ്റങ്ങൾ, ഞാൻ കുമ്പസാരിക്കാൻ ഭയങ്കര മടിയുള്ള ഒരാളാണ്. പിന്നെ പള്ളിയിൽ പോകാൻ രണ്ടാമത് ഞാൻ ഉടമ്പടി പുതുക്കിയപ്പോൾ തൊട്ട് ഞാൻ എപ്പോഴും പള്ളിയിൽ പോകുന്നുണ്ട്. അതിൻ്റെ അനുഗ്രഹം അത് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. കുമ്പസാരിക്കുക എന്ന് പറഞ്ഞാൽ എനിക്ക് എന്തോ കുമ്പസാരത്തോട് ഭയങ്കര ഒരു ഇതുള്ള ആളാണ്. പക്ഷേ ഇത് ഉടമ്പടി എടുത്തു കഴിഞ്ഞപ്പോൾ തൊട്ട് ഞാൻ മാസത്തിൽ കുമ്പസാരിക്കാറുണ്ട്. പിന്നെ മറ്റുള്ളവരെ സഹായിക്കുക. പിന്നെ ഞാൻ ചെയ്യുന്ന പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറഞ്ഞാൽ ഞാൻ ഇവിടുത്തെ പത്രം വാങ്ങി ഓട്ടോ സ്റ്റാൻഡിൽ, പിന്നെ പെട്രോൾ പമ്പിലൊക്കെ കൊടുക്കാറുണ്ട്. പിന്നെ അടുത്ത വീട്ടിൽ, അങ്ങനെ എല്ലാവരോടും വായിക്കണമെന്ന് പറഞ്ഞ് ഞാൻ കൊടുക്കാറുണ്ട്. പിന്നെ ഞാൻ മാതാവിൻ്റെ പ്രേക്ഷിത വേലക്ക് 3 വർഷമായിട്ട് ഞാൻ പോകാറുണ്ട്, ജപമാല റാലിക്ക്. പിന്നെ കാരുണ്യപ്രവൃത്തി ഞാൻ പറ്റാവുന്ന രീതിയിൽ മറ്റുള്ളവരെ സഹായിക്കാറുണ്ട്. ഇനിയും ഞാൻ സഹായിക്കുമെന്ന് ഞാൻ മാതാവിന് വാക്ക് കൊടുത്തിട്ടുണ്ട്. അതിന് ദൈവം എന്നെ അനുഗ്രഹിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ദൈവവും മാതാവും ചെയ്ത എല്ലാ അനുഗ്രഹങ്ങൾക്കും 1000 നന്ദി. എഫെസസ് 3:20-21 തിരുവചനങ്ങൾ. നമ്മിൽ പ്രവർത്തിക്കുന്ന ശക്തിയാൽ നാം ചോദിക്കുന്നതിലും ആഗ്രഹിക്കുന്നതിലും വളരെ കൂടുതൽ ചെയ്തു തരുവാൻ കഴിയുന്ന അവിടുത്തേക്ക് സഭയിലും യേശുക്രിസ്തുവിലും തലമുറകളോളം എന്നേക്കും മഹത്വമുണ്ടാവട്ടെ. ആമേൻ. അനഘ മാർട്ടിൻ എന്ന ഈ മകളുടെ ഉടമ്പടി ജീവിതാനുഭവങ്ങളാണ് നമ്മോട് പങ്കുവച്ചത്. ഏതൊരു വ്യക്തിയും ഏതെങ്കിലും ഒരു പ്രത്യേക ആവശ്യത്തോടു കൂടി പരിശുദ്ധമ്മയുടെ തിരുനടയിൽ ഓടി വന്ന് ഉടമ്പടി എടുക്കുമ്പോൾ സംഭവിക്കുന്ന ആ ഉയർച്ച താഴ്ചകളാണ് മകളുടെ സാക്ഷ്യത്തിൽ നമ്മൾ കേട്ടത്. ഉടമ്പടി എടുക്കുന്നത് ഏതെങ്കിലും വലിയ പ്രതിസന്ധിയിലായിരിക്കും. അതുകൊണ്ട് തന്നെ ആ നാളുകളിൽ തിഷ്ടമായ പ്രാർത്ഥന, എല്ലാം വേഗത്തിൽ ചെയ്യാനും നന്നായി ചെയ്യുവാനുമുള്ള തിടുക്കം, അതോടൊപ്പം നമ്മൾ മറ്റെല്ലാവരെക്കാളും നന്നായി ഈശോയോട്, അമ്മ മാതാവിനോട് ചേർന്ന് നടക്കുന്നുവെന്ന് ബോധ്യപ്പെടുത്തുവാനുള്ള പരിശ്രമം, ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ ആദ്യകാലങ്ങളിൽ കാണാറുണ്ട്. എന്നാൽ നമ്മൾ അമ്മ മാതാവിലും ഈശോയിൽ ശരണപ്പെട്ട് ജീവിതത്തെ കൊടുത്ത നിയോഗങ്ങൾ സമർപ്പിച്ച് മുന്നോട്ട് പോയി കാര്യങ്ങളൊന്ന് നേരെ ശരിയായി വരുന്ന സമയത്ത് കൃത്യമായിട്ടും നമ്മുടെ ജീവിതം ഇങ്ങനെ അലസമായി കൊണ്ടിരിക്കുന്നത് കൂടി രണ്ടാമത്തെ ഒരു ഭാഗം കാണാൻ പറ്റും. കാരണം നമ്മുടെ ഫോക്കസ് മുഴുവനും നാം എഴുതി വച്ചിരിക്കുന്ന നിയോഗവും അതെങ്ങനെയെങ്കിലും സാധിച്ചെടുക്കാനുള്ള തത്രപ്പാടുമാണ്. അതുകൊണ്ടാണ് മകൾ പറയുന്നത്, ആദ്യം എഴുതിയ പരീക്ഷകളൊക്കെ ഒത്തിരി പണം മുടക്കി എഴുതി, എല്ലാം പരാജയപ്പെട്ടു. അമ്മ മാതാവിൻ്റെ അരികിൽ ഉടമ്പടി എടുക്കുവാൻ തീരുമാനിച്ചപ്പോൾ ഒരു പരീക്ഷ എഴുതി, അത് വിജയിച്ചു. അടുത്തൊരു പരീക്ഷ വീണ്ടും അമ്മയിൽ ആശ്രയിച്ചെഴുതി, വിജയിച്ചു. പിന്നീട് ഉടമ്പടി ഒന്ന് പുതുക്കിയിട്ട് 2 പരീക്ഷ ഏറ്റവും പ്രയാസമുള്ളത്, അതൊരിക്കലും അങ്ങനെ ഒരുമിച്ച് എഴുതുമെന്ന് പോലും കരുതിയതല്ല, അത് ചെന്ന് എഴുതി. കൂടെയുള്ളവരെല്ലാം തോറ്റു, മകൾക്ക് മാത്രം ആ 2 മൊഡ്യൂളും സ്പീക്കിംഗ് വളരെ പ്രത്യേകിച്ച് മകൾക്കത് കിട്ടി. അപ്പോൾ ഏതാണ്ട് തൻ്റെ കാര്യങ്ങളെല്ലാം ലെവലായി. ഇനി വേഗത്തിൽ പോകാമെന്ന ഒരു സിറ്റുവേഷൻ
മകൾക്ക് എത്തിയതാണ് തിരിച്ചറിയുന്നത്. അതിൻ്റെ ആ വിജയം നൽകിയ കർത്താവിനോടൊപ്പം ചേർന്ന് നിൽക്കുമെന്ന് പ്രതീക്ഷിക്കുന്ന നിമിഷങ്ങളിൽ കൃത്യമായി അതിൽ നിന്ന് പിന്നോട്ട് മാറുന്നതാണ് മകളെ പിന്നീട് പറയുന്ന വിഷയങ്ങളെല്ലാം. രാവിലെ എഴുന്നേറ്റ് പ്രാർത്ഥന ഇല്ലാതായി, കുർബാന വേണ്ടാതായി, കുമ്പസാരം പഴയതുപോലെ തന്നെ തോന്നുമ്പോഴായി. അങ്ങനെ എല്ലാ ജീവിതത്തിൻ്റെ ആത്മീയ ജീവിതങ്ങൾ, നമ്മൾ ചെയ്യേണ്ട ജീവിതത്തിൻ്റെ നന്മ പ്രവൃത്തികൾ, ഈശോ ആഗ്രഹിക്കുന്ന ജീവിതക്രമം, അതിൽ നിന്നൊക്കെ പൂർണ്ണമായിട്ട് പിന്നോട്ട് മാറി. ഇനി കഴിവ് കൊണ്ട് നേടാൻ പറ്റും, ഇഷ്ടംപോലെ ഏജൻസികളുണ്ട്, എവിടെ പൈസ കൊടുത്താലും കാര്യം നടക്കും, ഇഷ്ടംപോലെ സമയമുണ്ട്, അതുകൊണ്ട് ഒരു VFS അതിലൂടെ ഈ പ്രോസസ്സ് പൂർത്തീകരിച്ചെടുക്കുക അത്ര വലിയ കഷ്ടപ്പാടില്ല എന്ന് കരുതി മകൾ അവൾ തന്നെ വാക്കുകളിൽ പറയുന്നുണ്ട്, ഞാൻ എൻ്റെ പരിശ്രമത്തിലും കോണ്ടാക്ട്സിലും ഞാൻ ഏജൻസികൾ മാറി മാറി കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരുന്നു. പക്ഷേ നമ്മൾ ഇന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ ഏതാണ്ട് 1 വർഷം അതിൽ നഷ്ടപ്പെട്ടു. അതാണ് ഉടമ്പടി ലാഗ് ചെയ്യുകയും ഉടമ്പടിയിൽ നമ്മൾ അലസമായി ദൈവം കൈവെള്ളയിൽ വെച്ച് തരുന്ന അത്ഭുതകരമായ അനുഭവങ്ങളെയും അനുഗ്രഹങ്ങളെയും അത് സ്വീകരിച്ചിട്ട് ആ നല്ല ദൈവത്തെ മനസ്സിലാക്കാതെ ഈശോയുടെയും അമ്മയുടെയും സംരക്ഷണവും സഹായത്തിൻ്റെയും വിലയറിയാതെ നാം അവരെ ഉപേക്ഷിച്ചുകൊണ്ട് സ്വന്തം പരിശ്രമത്തിലേക്ക് പോകുമ്പോൾ നീ എത്ര ചെറിയവനാണ്, എത്രത്തോളം നിൻ്റെ കഴിവിന് പരിമിതികളുണ്ട്, നിന്നിൽ തന്നെ ആശ്രയിച്ചാൽ എത്ര കണ്ട് നീ പരാജയത്തിലേക്കും സമയദൈർഘ്യത്തിലേക്കും ഒരുപക്ഷെ ലക്ഷ്യം പോലും എത്താത്ത അവസ്ഥയിലേക്കുമൊക്കെ മാറുമെന്ന് മകളെ നന്നായി ഉരുക്കി വാർത്ത് മനസ്സിലാക്കി കൊടുത്ത അവസരമായിട്ടാണ് ഇന്ന് മകൾ ആ കാലഘട്ടത്തെ കാണുന്നത്. ഇത് ഏതൊരു ഉടമ്പടി ജീവിതത്തിലും സാധ്യതയുള്ളതാണ്. കാരണം നമ്മൾ ദൈവത്തിൽ ആശ്രയിച്ച് തുടങ്ങുകയും ഒടുവിൽ നമ്മളിൽ മാത്രം ആശ്രയിച്ച് ജീവിക്കുകയും ചെയ്താൽ അത് ദൈവം തുടങ്ങിവെച്ച പ്രവൃത്തികൾ ദൈവം തന്നെ ഇടയ്ക്ക് വെച്ച് സ്റ്റോപ്പ് ചെയ്യും, താമസിപ്പിക്കും. കാരണം നമ്മൾ ദൈവത്തിന് കൊടുക്കേണ്ട മഹത്വം, അവിടുത്തേക്ക് കൊടുക്കേണ്ട നന്ദി, അവിടുന്ന് ആശ്രയിച്ച് ജീവിക്കേണ്ട രീതി, അതിൽ നിന്ന് നമ്മൾ പിന്മാറുന്നത് കൊണ്ട് ദൈവം നമ്മളോടൊന്ന് ചോദിക്കുന്നൊരവസരമാണ്, എങ്കിലൊന്ന് കാണട്ടെ എന്ന്. പലരുടെയും ഉടമ്പടി ജീവിതത്തിൽ നമ്മളിൽ തന്നെ ആശ്രയിച്ച് തുടങ്ങുമ്പോൾ ദൈവം തുടങ്ങി വെച്ച വലിയ നല്ല പദ്ധതികൾ ഇടയ്ക്ക് വെച്ചിങ്ങനെ പാളി നിൽക്കുന്നത് കാണാൻ പറ്റും. അതിനെയൊക്കെ മകൾ ഇന്ന് ഒരു തുറന്ന കുമ്പസാരം പോലെ ഈ സാക്ഷ്യത്തിൽ ഏറ്റുപറയുകയാണ്, ഞാൻ ഇങ്ങനെ പോയി, ഇങ്ങനെ പാളി, കാര്യങ്ങൾ മൊത്തം കൈവിട്ടു, വീണ്ടും വന്ന് ഉടമ്പടി പുതുക്കി അച്ഛൻ്റെ കൈവപ്പ് ശുശ്രൂഷയ്ക്ക് വേണ്ടി വന്ന് നിൽക്കുമ്പോൾ അച്ഛൻ 19 എന്ന തീയതി കാണുന്നു, നീ അതുകൊണ്ട് രക്ഷപ്പെട് എന്ന് പറഞ്ഞ് വിടുന്നുണ്ട്. മകളുടെ 2ാമത്തെ ഉടമ്പടി ജീവിതം അവിടെ തുടങ്ങുകയാണ്. അവൾ വീണ്ടും ട്രാക്ക് ക്ലിയർ ചെയ്തു, കുർബാനയ്ക്ക് പോകുവാൻ തുടങ്ങി, പ്രാർത്ഥനകൾ നന്നായി ചെയ്യുവാൻ തുടങ്ങി, മറ്റുള്ളവരോടുള്ള പെരുമാറ്റത്തിൽ അതിൻ്റെ വ്യത്യാസം വന്നു. എന്നിട്ട് ആ പ്രോസസ്സിൻ്റെ പൂർത്തീകരണത്തിലേക്ക് മകള് ഒന്ന് ആലോചിച്ച് തുടങ്ങുമ്പോൾ വഴികൾ ഓരോന്നായി തുറന്നു വരികയും മകൾക്ക് അച്ഛൻ പറഞ്ഞ ആ VFSൽ കൊടുത്തതിൻ്റെ 19ാം ദിവസം വിസ അടിച്ച് ഭവനത്തിലെത്തുമ്പോഴും അമ്മ മാതാവ് കാത്തുകൊണ്ടു. അത് 19 ദിവസം കൊണ്ട് നടക്കേണ്ട ഒരു പ്രവൃത്തിയാണ്. ഉടമ്പടിയിൽ ഒന്ന് അല്പകാര്യങ്ങൾ, വലിയ കാര്യങ്ങൾ തമ്പുരാൻ അനുഗ്രഹിച്ച് നൽകിയപ്പോൾ അല്പകാര്യങ്ങൾ എൻ്റെ കഴിവിൽ തന്നെ ഒന്ന് പരിശ്രമിക്കാമെന്ന് കരുതി ഞാനൊന്ന് എൻ്റെ കഴിവിലും എൻ്റെ ബുദ്ധിയിലും ജീവിതത്തെ കൊടുത്ത് ഈശോയെയും അമ്മയെയും തള്ളിപ്പറഞ്ഞുകൊണ്ട് ആ സ്നേഹബന്ധം പൂർണ്ണമായി വിട്ടുകൊണ്ട് ഒന്ന് ഓടിയപ്പോൾ വന്ന വിഷയത്തെയാണ് മകൾ ഈ എൽത്താരയിൽ സൂചിപ്പിക്കുന്നത്. 1 വർഷത്തെ സമയനഷ്ടം അതിലുണ്ട്, ഏറെ അലച്ചിലുകൾ ഇതിനകത്തുണ്ട്, സാമ്പത്തികമായ നഷ്ടങ്ങൾ ഒത്തിരിയുണ്ട്. ഒരുപക്ഷെ പോയിരുന്നെങ്കിൽ പഠനം 1 വർഷം തീരാനുള്ള സാധ്യതയുണ്ടായിരുന്നു. നോക്കുക, ഉടമ്പടി നമ്മൾ വിശ്വസ്തതയുള്ള ആത്മീയ ബന്ധത്തിൻ്റെ ജീവിതമാണ്. അത് ഈശോയോടും അമ്മ മാതാവിനോടും സന്മനസ്സുണ്ടെങ്കിൽ മാത്രം നമ്മൾ ഉടമ്പടി എടുത്താൽ മതി. ഉടമ്പടി എടുത്താൽ അത് ജീവിക്കുവാൻ നമുക്ക് തീരുമാനമുണ്ടാവണം. ഇടയ്ക്ക് വെച്ച് ദൈവത്തെ ഉപേക്ഷിച്ച് നമ്മളിൽ തന്നെ ആശ്രയിക്കുന്ന രീതിയിൽ നമ്മൾ ജീവിച്ചു തുടങ്ങിയാൽ ദൈവം തുടങ്ങി വെച്ചതുപോലും നമുക്ക് നഷ്ടപ്പെടുന്ന വിധത്തിലോ താമസിക്കുന്ന വിധത്തിലോ ആ ഉടമ്പടിയുടെ അനുഗ്രഹങ്ങൾക്ക് ക്ലേശങ്ങൾ വരുവാൻ സാധ്യതയുണ്ട്. അതിൻ്റെ ഒരു സൂചന മകളുടെ സാക്ഷ്യത്തിലൂടെ അവൾ പങ്കുവെക്കുന്നുണ്ട്. പ്രിയമുള്ളവരെ, ഉടമ്പടി ഗൗരവമുള്ളതാണ്, ദൈവം ഔദാര്യത്തോടെ അനുഗ്രഹിക്കുന്നതാണ്. അമ്മ മാതാവ് നമ്മൾ വളഞ്ഞും പുളഞ്ഞുമൊക്കെ ജീവിക്കുമ്പോഴും നമ്മളെ ചേർത്ത് പിടിച്ചുകൊണ്ട് ഈശോയുടെ മുമ്പിൽ കൊടുത്തിട്ട് അമ്മ നമുക്ക് വേണ്ടി ഗ്യാരണ്ടി നിൽക്കുകയാണ്. അവിടെയാണ് പ്രശ്നം. മാതാവ് നമുക്ക് വേണ്ടി ഗ്യാരണ്ടി നിൽക്കുകയാണ്.
ഇവൾ എൻ്റെ മകളാണ്, എൻ്റെ മകനാണ്, ഞാൻ ഇവളെ നോക്കിക്കൊള്ളാം, നീ ഇപ്പോൾ ഇതൊന്ന് ചെയ്തു കൊടുക്കുമെന്ന് പറഞ്ഞാണ് ഏതൊരു അനുഗ്രഹവും ഉടമ്പടിയിൽ നേടിത്തരുന്നത്. അതുകൊണ്ട് ഈ ഗ്യാരണ്ടി നഷ്ടപ്പെട്ടാൽ പിന്നെ നമ്മൾ സീറോയാണ്. പിന്നെ നമുക്ക് മുന്നോട്ടുള്ള ആ ഗതിയും നടപ്പും അധികം പറ്റത്തില്ല. അതുകൊണ്ടാണ് ഇടയ്ക്ക് വെച്ച് കിട്ടിക്കൊണ്ടിരിക്കുന്ന അനുഗ്രഹങ്ങൾ തന്നെ പിന്നോട്ടടിച്ച് പോകുന്നതായൊക്കെ തോന്നുക. അതുകൊണ്ട് ദൈവം നമ്മളോട് വിശ്വസ്തനായിരിക്കുന്നത് പോലെ, അവിടുന്ന് അനുഗ്രഹിക്കുവാൻ ഔദാര്യവാനായിരിക്കുന്നത് പോലെ, നമ്മൾ ആഗ്രഹിക്കുന്നതും നമ്മുടെ കഴിവിനപ്പുറമുള്ളതും നിസ്സാരമായി അവിടുന്ന് അനുവദിച്ച് തരുന്നത് പോലെ നമുക്ക് അവിടുത്തോട് ഹൃദയസ്നേഹം കൊണ്ട് വിശ്വസ്തതയിൽ ജീവിക്കുവാൻ തീരുമാനമുണ്ടാകണം. അതുമാത്രമേ അവിടുന്ന് ആഗ്രഹിക്കുന്നുള്ളൂ. വലിയ കാര്യങ്ങളൊന്നും ചെയ്യുവാൻ ഈശോ പറയുന്നില്ല. എന്നോടുള്ള ബന്ധം അത് സ്നേഹത്തിൽ, വിശുദ്ധിയിൽ, വിശ്വസ്തതയിൽ നിലനിർത്തുമ്പോൾ നിങ്ങൾ എല്ലാ കാലത്തും പ്രശോഭിക്കുന്നവരായി ഈ ലോകത്തിൽ ഉയരുക തന്നെ ചെയ്യും. അതിനുവേണ്ടി നമ്മുടെ ജീവിതങ്ങളെ ഒന്ന് പരിശോധിക്കാം. ഉടമ്പടിയിലെ വീഴ്ചകളെ നമുക്കൊന്ന് തിരുത്താം. അമ്മ മാതാവിൻ്റെ കരങ്ങളിൽ ഈ മകൾക്ക് ലഭിച്ച അനുഗ്രഹങ്ങൾ പോലെ നമ്മുടെ ജീവിതത്തെയും അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ സാക്ഷ്യം കരങ്ങളടിച്ച് ദൈവസന്നിധിയിൽ സമർപ്പിക്കാം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.